അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുദൈവ വിശ്വാസികളായ രാജ്യത്തെ ഭരണാധികാരികളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഏകദൈവ വിശ്വാസം സധൈര്യം പ്രഖ്യാപിക്കുകയും ഹൃദയങ്ങളിൽ വിശ്വാസം ദൃഢീകരിക്കപ്പെടുകയും ചെയ്ത യുവാക്കളായ ഗുഹാവാസികളുടെ സംഭവം വിവരിച്ചു തുടങ്ങിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. തങ്ങളുടെ നാട്ടുകാർ യാതൊരു ന്യായവുമില്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കി ബഹുദൈവാരാധന നടത്തുകയാണെന്നും നമ്മുടെ നിലപാടനുസരിച്ച് അവർക്കിടയിൽ നമ്മെ അവർ പാർപ്പിക്കുകയില്ലെന്നും അതുകൊണ്ട് നമുക്കവരിൽ നിന്ന് മാറി ഗുഹയിൽ അഭയം പ്രാപിക്കാമെന്നും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്നും യുവാക്കൾ പറയുന്നതാണ് ഇന്ന് പഠിക്കുന്ന 15-16 ആയത്തുകളിലുള്ളത്. ഹാ ഉല ഈ കൗമുന, നമ്മുടെ ഈ ജനം. യുവാക്കൾ തങ്ങളുടെ നാട്ടുകാരായ ജനത്തെക്കുറിച്ച് നമ്മുടെ ഈ ജനം എന്ന് പറയുന്നതിൽ ആ ജനം ശരിയല്ലാത്തവരാണ് എന്ന് ആ പ്രയോഗത്തിൽ തന്നെ സൂചനയുണ്ട്. ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, ഇവർ അവനെ കൂടാതെ വേറെ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ വെടിഞ്ഞ് മറ്റു പലതിനെയും ഇവർ ദൈവങ്ങളാക്കിയിരിക്കുന്നു. ഒരടിസ്ഥാനവുമില്ലാതെയല്ലേ, ഒരു തെളിവുമില്ലാതെയല്ലേ ഇവർ ഈ ബഹുദൈവാരാധന നടത്തുന്നത്. ലൗലായ ഇത്തൂനാലേഹിം ബി സുൽത്താനിം ബയ്യൻ, ഇവർ ഇതിന് വ്യക്തമായ തെളിവൊന്നും കൊണ്ടുവരാത്തതെന്തേ? ലൗലായ ഇത്തൂന, ഇവർ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? അലൈഹിം, അവർക്കുള്ള അവ ദൈവങ്ങളാണ് എന്നതിനുള്ള ബി സുൽത്താനിം ബയ്യൻ, വ്യക്തമായ ഒരു തെളിവ്, ഒരു പ്രമാണം. അവർക്ക് ബഹുദൈവാരാധനക്ക് ഏതെങ്കിലും വേദപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവായി ഒന്നും കയ്യിലില്ല. ബുദ്ധിപരമായും ബഹുദൈവ വിശ്വാസത്തെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. യാതൊരു ശക്തിയും കഴിവുമില്ലാത്ത വസ്തുക്കളെയും മറ്റും ദൈവങ്ങളായി ആരാധിക്കുന്നതിനെ ന്യായീകരിക്കാൻ ബുദ്ധിപരമായും ഒരു ന്യായവുമില്ല. അപ്പോൾ പിന്നെ അവർ കളവ് കെട്ടിയുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ഇഫ്തറ അലല്ലാഹി, അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമക്കുന്നവനേക്കാൾ കദിബൻ, കളവ്. ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ വാചകം ആവർത്തിച്ചു വന്നിട്ടുള്ളത് ബഹുദൈവാരാധകർക്കുള്ള കടുത്ത താക്കീതായിക്കൊണ്ടാണ്. തുടർന്ന് യുവാക്കൾ പരസ്പരം പറയുകയാണ്, വഇദ് തസൽതുമൂഹും, നിങ്ങൾ അവരെ വിട്ടകന്ന് മാറി നിൽക്കുന്ന സ്ഥിതിക്ക്. ഏതസല എന്ന് പറഞ്ഞാൽ മാറി നിന്നു എന്നാണ്. നിങ്ങൾ ബഹുദൈവാരാധന അംഗീകരിക്കാതെ, അവരോടൊപ്പം ചേരാതെ, അവരുടെ നിർബന്ധങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വഴങ്ങാതെ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്ഥിതിക്കും. ഒമായ ബുദൂന ഇല്ലല്ലാ, അള്ളാഹു അല്ലാത്ത അവരുടെ ആരാധ്യരിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുന്ന സ്ഥിതിക്കും ബഹുദൈവ വിശ്വാസം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളോടൊപ്പം നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കാനാവുകയില്ല എന്നതുകൊണ്ട് നാം അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു താവളം വേണമല്ലോ. ഫഊ ഇലൽ കഹ്ഫി, അതുകൊണ്ട് നിങ്ങൾ ഈ ഗുഹയിൽ താമസിക്കുക, അതിൽ അഭയം കണ്ടെത്തുക. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അവൻ്റെ കാരുണ്യം പരത്തിത്തരും. യൻഷുർ ലക്കും, നിങ്ങൾക്കവൻ പരത്തിത്തരും. റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്, മിർ റഹ്മതിഹി, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദുഷിച്ച ചുറ്റുപാടിൽ, സാംസ്കാരികമായി മലീമസമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അവർ ഗുഹയിൽ അഭയം തേടുന്നത്. അവിടെ അവർ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പോയിരിക്കുകയാണ്. ആ സമയത്താണ് അവർ അള്ളാഹുവിൻ്റെ തികഞ്ഞ കാരുണ്യം തങ്ങൾക്ക് നന്നായി തന്നെ ലഭിക്കുമെന്ന് കരുതുന്നത്. അവർക്കവിടെ സമാധാനം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള മുനാജാത്തിനു വേണ്ടി, നമസ്കാരത്തിനു വേണ്ടി നാം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്നാണല്ലോ നാം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഗുഹാവാസികൾ ഗുഹയിൽ പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ അവൻ ഒരുക്കിത്തരുകയും ചെയ്യും. വയുഹയ്യി ലക്കും, നിങ്ങൾക്ക് അവൻ ഒരുക്കിത്തരുകയും ചെയ്യും. മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളിൽ, ഗുഹാജീവിതത്തിലെ സാഹചര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ. മിർഫഖൻ, ജീവിതാവശ്യങ്ങൾ.
നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി തരുകയും നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റിത്തരുകയും ചെയ്തുകൊണ്ട് അള്ളാഹു അവൻ്റെ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു തരും എന്നാണ് അവർ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യം അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ സംഭവം വിവരിച്ചു തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞല്ലോ. ഇവിടെ വൈദ്യ എത്തസൽത്തുമൂഹും എന്ന് തുടങ്ങുന്ന അവസാനം പറഞ്ഞ ആയത്ത് ഗുഹാവാസികളായ യുവാക്കൾ പരസ്പരം പറയുകയാണെന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന വ്യാഖ്യാനം. എന്നാൽ അള്ളാഹു അവർക്ക് വഹിയിലൂടെ നൽകിയ സന്ദേശമാണ് ഇതെന്നും അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് സംബോധന ചെയ്യുന്നതെന്നും അത് അള്ളാഹു അവരോട് വഹിയിലൂടെ പറയുന്നതാണെന്നും ഒരഭിപ്രായമുണ്ട്. മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നാട്ടിലുള്ള ആളുകളൊന്നും ശരിയല്ല, അതുകൊണ്ട് നമുക്ക് ഗുഹയിൽ പോയി സ്വസ്ഥമായി അള്ളാഹുവിനെ ആരാധിച്ച് കഴിയാം എന്ന നിലക്കല്ല യുവാക്കൾ ഗുഹയിൽ അഭയം തേടിയത്. മറിച്ച് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ രാജാവും ജനങ്ങളും അനുവദിക്കാത്ത സാഹചര്യം, തങ്ങളെ കൊന്നുകളയുമെന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഗുഹയിൽ അഭയം തേടി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്. തുടർന്ന് ഗുഹക്കകത്ത് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ വിവരിക്കുന്ന ആയത്തുകളാണ്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.